ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ബിടെക് S3യിലെ ലാക്ക എന്ന് പറയുന്ന കോഴ്സിൻ്റെ 6ാമത്തെ മോഡ്യൂളാണ്. അപ്പോൾ 6ാമത്തെ മോഡ്യൂളിൻ്റെ പാർട്ട് 2 ആണിത്. പാർട്ട് 1 ഏഗൻ വാല്യൂസ്, ഏഗൻ വെക്ടേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരാനായിട്ട്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ്ലി ായിട്ട് ഒരുപാട് നാളുകളായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ഒരു 10 മാർക്ക് ചോദ്യമാണ് ഡയഗണലൈസേഷൻ ഓഫ് എ മെട്രിക്സ്. ഇത് സംഭവം ഭയങ്കര സിമ്പിളാണ്. എത്ര മാർക്കിനാണോ ചോദിക്കുന്നത് അത്രയും മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഡയഗണലൈസേഷൻ ഓഫ് എ മെട്രിക്സ് നമുക്ക് സത്യത്തിൽ 2 രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് സിമെട്രിക് മെട്രിക്സിനും ഉണ്ട്, അൺസിമെട്രിക് മെട്രിക്സിനും ഉണ്ട്. അപ്പം രണ്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ചോദിച്ചു വരുന്നത് അൺസിമെട്രിക് മെട്രിക്സിൻ്റെയാണ്. അപ്പം നമുക്ക് ആദ്യം അത് നോക്കാം. അപ്പം അൺസിമെട്രിക് മെട്രിക്സിൻ്റെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ബി ഇൻവേഴ്സ് എ ബി എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഡയഗണലൈസേഷൻ ഡി. അതായത് നമുക്കൊരു മെട്രിക്സ് ഉണ്ട് എ, അതേപോലെ നമുക്ക് വേറൊരു മെട്രിക്സ് ഉണ്ട് ബി. അപ്പോൾ ബിയുടെ ഇൻവേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമുക്ക് എന്ത് കിട്ടാറ്? ഡി കിട്ടാറ്. അപ്പം അതിൻ്റെ ഒരു ജനറൽ ഫോമാണ് ഈ കാണിച്ചേക്കുന്നത്. λ1, λ2, λ3. ലാംഡ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഏഗൻ വാല്യൂസ് ആണ്. അപ്പം 3 ഏഗൻ വാല്യൂസ് നമ്മൾ ഡയഗണലായിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് ബി ഇൻവേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ അഡ്ജോയിൻറ്റ് ഓഫ് ബി ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് ബി. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ടൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അതിനുശേഷം നിങ്ങളിതാ ഈ ഒരു റിയൽ സിമെട്രിക് മെട്രിക്സിൻ്റെ ഈ ഒരു ഫോമും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ദാറ്റ് ഈസ് ക്യൂ ട്രാൻസ്വേഴ്സ് എ ക്യൂ ഇസ് ഈക്വൽ ടു ഡി. ഇവിടെ നമ്മൾ റിയൽ സിമെട്രിക് മെട്രിക്സിൻ്റെ ഡയഗണലൈസേഷൻ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പുകളൊക്കെ സിമിലർ ആണ്. അപ്പം നമുക്ക് ആദ്യം ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ മെട്രിക്സ് എ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് സിമെട്രിക് ഒന്നുമല്ല, അൺസിമെട്രിക് മെട്രിക്സ് ആണല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന മെട്രിക്സ് എയുടെ ട്രാൻസ്പോസ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്പോസ് എടുക്കാൻ അറിയായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നമ്മളുടെ റോസ് എല്ലാം നമ്മളിവിടെ കോളം ഫോമെല്ലാം എഴുതിയാൽ മതി, നമുക്ക് ട്രാൻസ്പോസ് കിട്ടും. ഇവിടുത്തെ റോ എന്താ? 3 - 2 0 നമ്മളിങ്ങനെ എഴുതി. 2 3 0 നേരെ എഴുതി. 0 0 5 നേരെ എഴുതി. അപ്പോൾ ഈ റോസിനെ എല്ലാം കൂടെ കോളംസ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സിൻ്റെ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഒരു 3x3 മെട്രിക്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഡെഫിനറ്റായിട്ടും ഡയഗണലൈസേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ലാംഡ വേണം, അതായത് ഏഗൻ വാല്യൂ വേണം. ഏഗൻ വാല്യൂ കിട്ടാനായിട്ട് നമുക്കറിയാം ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇക്വേഷനകത്ത് നിന്ന് ട്രേസ് ചെയ്യും സം ഓഫ് മൈനസും കണ്ടുപിടിക്കണം. അപ്പം ഞാനിനി അതൊന്നും ഡിഫൈൻ ചെയ്യുന്നില്ല. ട്രേസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, സം ഓഫ് മൈനസ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നെല്ലാം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക, നിങ്ങൾക്കത് അറിയായിരിക്കും. അതേപോലെ ഡിറ്റർമിനൻ്റ് എയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് അറിയാം. അപ്പം ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് ആ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ലാംഡയുടെ ഒരു ഇക്വേഷൻ കിട്ടും, ഒരു ക്യൂബിക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ ഇട്ട് സോൾവ് ചെയ്യുമ്പം ലാംഡയുടെ വാല്യൂവും കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ലാംഡയുടെ വാല്യൂ 155 ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഏഗൻ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ട പരിപാടി ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 3 ഏഗൻ വാല്യൂസ് ഉണ്ടല്ലോ. നമുക്ക് സിമ്പിളായിട്ട് a - λI × x = 0 എന്ന് പറയുന്ന ഇക്വേഷനകത്ത് ഓരോ തവണയും ഓരോ ഏഗൻ വാല്യൂ ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കുക? ഏഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ആദ്യം നമ്മുടെ λ1ൻ്റെ വാല്യൂ 1 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഏഗൻ വെക്ടേഴ്സാണിത്. ഇനി ലാംഡയുടെ വാല്യൂ 5 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടാൻ പോകുന്ന ഏഗൻ വെക്ടേഴ്സാണ് ഞാനിവിടെ x2 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഈ സംഭവം. അതേപോലെ നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്കിവിടെ 155 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം 5 നമ്മൾ ഒരു തവണ ഇട്ട് കൊടുത്താൽ മതി, അത് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് അടുത്ത 5നും കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഒരു മെട്രിക്സ് എഴുതുക, അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, അതിൽ നിന്നും ക്യൂബിക് ആണോ അതോ ക്വാഡ്രാറ്റിക് ആണോ എന്നൊക്കെ നോക്കി 2x2 ആണോ 3x3 ആണോ എന്നൊക്കെ നോക്കിയിട്ട് ഇക്വേഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാം.
ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മുടെ പരിപാടി നമുക്ക് നോം കണ്ടുപിടിക്കണം. നോം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് 1 എന്ന് പറയുന്ന ഏഗൻ വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഏഗൻ വെക്ടർ എന്തായിരുന്നു? 110 അല്ലേ? ഈ 110യുടെ സ്ക്വയർ റൂട്ടിൻ്റെ ഇതെടുക്കുന്നതാണ് നമ്മുടെ നോം എന്ന് പറയുന്നത്. അതായത് √(1² + 1² + 0²). അപ്പം നമുക്ക് എന്ത് കിട്ടും? √(1² 1 തന്നെയാണ്, +(1² 1 ആണ്, +0 1 ആണ്. അപ്പോൾ √2 എന്ന് കിട്ടും. അപ്പോൾ x1ൻ്റെ നോമാണ് √2. നമ്മൾ അതായത് മോഡുകൾ 2 വരയുടെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ നോം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നോം കാണുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ x2നും x3യുടെയും നോം കണ്ടുപിടിക്കാം. ഓക്കെ, നോം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടിയ ഏഗൻ വെക്ടേഴ്സിനെ എല്ലാത്തിനെയും, ഇപ്പം x1ൻ്റെ ഏഗൻ വെക്ടർ നമുക്കറിയാം. x1ൻ്റെ ഏഗൻ വെക്ടർ എന്തായിരുന്നു? x1 എന്ന് പറയുന്നതിൻ്റെ ഏഗൻ വെക്ടർ സംഭവം കിടക്കുന്നു 110 ആണ്. അപ്പോൾ 110യുടെ ഇട്ടാണ് നമ്മൾ x1ൻ്റെ നോം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 110യുടെ ഡിനോമിനേറ്ററായിട്ട് √2 കൊടുക്കുക. അപ്പോൾ x2ന് കിട്ടുന്നതിൻ്റെ വാല്യൂവിൻ്റെ ഡിനോമിനേറ്ററായിട്ട് √1 കൊടുക്കുക. അതേപോലെ x3യുടെ കിട്ടുന്ന ഡിനോമിനേറ്ററായിട്ട് √3 കൊടുക്കുക. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നോം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഏഗൻ വെക്ടറിനകത്ത് ഡിനോമിനേറ്ററായിട്ടും കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളതൊരു കോളം മെട്രിക്സ് പോലെ എഴുതി വെച്ചേക്കാം. ഓക്കെ, ഇനി ഈ കോളം മെട്രിക്സ് പോലെ എഴുതി വെക്കുന്നത് നമ്മളൊരു മെട്രിക്സ് ആക്കി മാറ്റുന്നതാണ് നമ്മളുടെ ക്യൂ. കിടക്കുന്നു ക്യൂ, കണ്ടോളൂ. അപ്പം ഇതെന്താണ്? x1 ആണ്, ഇത് x2 ആണ്, ഇത് x3 ആണ്. അപ്പം നമുക്കൊരു മെട്രിക്സ് പുതുതായിട്ട് കിട്ടിക്കഴിഞ്ഞു ക്യൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്യൂ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്ഫർ എടുക്കണം. സിമ്പിളാണ്. റോസിനെ എല്ലാം കോളമായിട്ട് ഡിസ്പ്ലേസ് ചെയ്യാം. ഞാനിവിടെ ക്യൂ ട്രാൻസ്പോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യൂ ആയി, ക്യൂ ട്രാൻസ്പോസ് ആയി. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ നോക്കാം. ക്യൂ ട്രാൻസ്പോസ് AQ = D എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ക്യൂ കിട്ടി, ക്യൂ ട്രാൻസ്പോസ് ഉണ്ട്. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ആദ്യമേ ഉണ്ടായിരുന്നു. അപ്പം നമുക്കതെടുത്ത് എഴുതാം, ക്യൂ ട്രാൻസ്പോസ് × A × Q. അപ്പം ഇവിടെ ഇപ്പം 3 മെട്രിക്സുകളുണ്ട്. അപ്പം 3 മെട്രിക്സുകളുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 2 മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ക്യൂ ട്രാൻസ്പോസ് × A എന്ന് പറയുന്ന മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ഉത്തരം കിട്ടും. അതും ഒരു 3x3 മെട്രിക്സ് ആയിരിക്കും. ആ ആൻസറിനെ ഈ ക്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് കുറച്ച് ടൈം എടുക്കും ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? D കിട്ടും. D എന്ന് പറയുന്നത് ഡയഗണലൈസേഷൻ മെട്രിക്സ്. അപ്പോൾ D നമ്മളുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ജനറൽ ഫോം ഞാൻ D കാണിച്ചായിരുന്നു. ഇവിടെ ഓക്കെ. D എന്ന് വെച്ചാൽ എന്താണ്? λ1, λ2, λ3 3 വാല്യൂ ഡയഗണലായിട്ട് വരുന്നതാണ്. നമുക്ക് ഈ പ്രോബ്ലത്തിന് λ1, λ2, λ3 എന്താ? 155. അപ്പം തീർച്ചയായിട്ടും നമുക്ക് D എന്ത് കിട്ടണമെന്നറിയാം. എങ്ങനെ വരണം ആ മെട്രിക്സ്? 100, 050, 005 ഇങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമില്ല. λ1, λ2, λ3 ഇപ്പം എന്തായാലും 155 വരണം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ സംഭവം അങ്ങനെയാണ് നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ഇത് ഇത്രയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഡയഗണലൈസേഷൻ D കിട്ടും. അപ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ ആദ്യമേ കിട്ടിക്കഴിയുമ്പോഴേ നമ്മളുടെ D എന്താണ് നമുക്ക് ഊഹിക്കാം. അപ്പോൾ നമ്മൾ ക്യൂ ട്രാൻസ്പോസും Aയും ക്യൂവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ D എത്തുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പം നമ്മളത് എത്തിച്ചാൽ മാത്രമേ ഡയഗണലൈസേഷൻ കറക്റ്റ് ആവത്തുള്ളൂ. അപ്പം ഇടയ്ക്ക് എവിടെയെങ്കിലും സ്റ്റെപ്പുകൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് സിങ്ക് ചെയ്തെടുക്കാനായിട്ടൊരു ഇതും കൂടെ വേണം. അപ്പോൾ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോബ്ലം തീരും. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. കാരണം ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സിമ്പിളാണ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യനകത്ത് ഒരു മെട്രിക്സ് തന്നിരിക്കും. നമ്മൾ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. ട്രാൻസ്പോസ് എടുത്തതിന് ശേഷം നമ്മൾ ആ മെട്രിക്സ് 2x2 ആണോ 3x3 ആണോ എന്നുള്ള രീതി നമ്മൾ മനസ്സിലാക്കി നമ്മളതിൻ്റെ ഏഗൻ വാല്യൂ കണ്ടുപിടിക്കണം. ഏഗൻ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 3x3ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് 3x3യുടെ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളുടെ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഈ ലാംഡയുടെ വാല്യൂ 155 ആണ് വരുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും ഏഗൻ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഏഗൻ വെക്റ്റേഴ്സാണ്. അപ്പോൾ കിട്ടിയ ഓരോ ഏഗൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 3 ഏഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാം. ഏഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ഓരോന്നിൻ്റെയും നോം നമ്മൾ കണ്ടുപിടിക്കണം. നോമും കൂടെ കണ്ടുപിടിച്ചാൽ ഏഗൻ വെക്റ്റേഴ്സിൻ്റെ ഡിനോമിനേറ്റേഴ്സായിട്ട് നമ്മൾ ആ നോം എടുത്തെഴുതുക. അതൊരു കോളം മെട്രിക്സ് ആയിട്ട് എടുത്തെഴുതിയതിന് ശേഷം ആ 3 വാല്യൂസും 3 കോളം മെട്രിക്സും കൂടെ ഒരു വലിയ മെട്രിക്സ് ആക്കി എഴുതുന്നതാണ് എന്ത്, നമ്മുടെ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടം വരെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ശ്രദ്ധിച്ചാൽ സിമ്പിളാണ്. പിന്നെ ക്യൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ക്യൂ ട്രാൻസ്ഫേഴ്സ് എടുക്കാം. നമ്മളുടെ കയ്യിൽ ഓൾറെഡി എ ഉണ്ട്. അപ്പം നമുക്ക് ക്യൂ ട്രാൻസ്ഫേഴ്സ് ഇൻറ്റു എ ഇൻറ്റു ക്യൂ നമുക്ക് എന്ത് കിട്ടണം, ഡി കിട്ടണം. ഡി എന്ന് പറയുന്നത് നമ്മളുടെ ഏഗൻ വാല്യൂസ് ഡയഗണലായിട്ട് വരുന്നതായിരിക്കും നമ്മളുടെ ഡി. അപ്പോൾ ഡയഗണലൈസേഷൻ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ക്യൂ ട്രാൻസ്ഫേഴ്സ് ഇൻറ്റു എ ഇൻറ്റു ക്യൂ ഇസ് ഈക്വൽ ടു ഡി എന്നാണ്. അപ്പോൾ അത് നമ്മൾ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി ഇതേ കണക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതേപോലെ ഞാൻ ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് സംഭവം തിരിഞ്ഞുപോയി, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് പ്രോപ്പർട്ടീസ് ഓഫ് ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്റ്റേഴ്സ് ആണ്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്റ്റേഴ്സ്. ഇത് നിങ്ങൾ ഇതേ കണക്ക് തന്നെ കാണാതെ പഠിച്ചേക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് ഇനി പ്രോബ്ലംസ് ചെയ്യാനുണ്ട് സിമ്പിളായിട്ട്. അപ്പം ഇത് ഫുള്ളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ചില പ്രോബ്ലത്തിനകത്ത് ഏഗൻ വാല്യൂസ് അല്ലെങ്കിൽ ഏഗൻ വെക്റ്റേഴ്സ് സിമ്പിളായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത് ഫുള്ളും. അപ്പോൾ നിങ്ങൾ ഇത്രയും പോയിൻ്റ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഒന്ന് കയ്യിൽ കരുതുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കരുതുക. ഓക്കെ, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് സിമെട്രിക് മെട്രിക്സ്. ഇതും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു മെട്രിക്സ് ഉണ്ട്, ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നതും സ്ക്യൂ സിമെട്രിക് എടുക്കുന്നതും സിമെട്രിക് എടുക്കുന്നതും ഓർത്തോഗണൽ മെട്രിക്സ് എന്താണ് എന്നുള്ള സംഭവം. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത നമ്മളുടെ മെയിൻ ടോപ്പിക്കാണ് ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത്. ഒരു മെട്രിക്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ്റെ ക്വാഡ്രാറ്റിക് ഫോം എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഒരു ജനറൽ ഫോം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഇതാണ്, ക്യൂ ഇസ് ഈക്വൽ ടു എക്സ് ട്രാൻസ്പോസ് എ എക്സ്. അതാണ് നമ്മുടെ സംഭവം. അതേപോലെ പ്രിൻസിപ്പൽ ആക്സിസ് തിയറം ഇവിടെ പറയുന്നുണ്ട്. അതിനകത്ത് ഈ സംഭവം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ക്യൂ ഇസ് ഈക്വൽ ടു λ1y1² പ്ലസ് λ2y2² പ്ലസ് എക്സെട്ര ടിൽ λn/n² വെയർ എക്സ് ഈസ് ഈക്വൽ ടു പി വൈ ഓഫ് λ1 λ2 എക്സെട്ര ടിൽ λn. അപ്പം ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് ആദ്യം പ്രോബ്ലത്തിലൂടെ തന്നെ മനസ്സിലാക്കാം. അതിന് മുന്നേ നമ്മുടെ ഈ ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ നേച്ചർ ഒന്ന് മനസ്സിലാക്കണം. അതായത് ഇപ്പം നമുക്ക് കിട്ടുന്ന ഏഗൻ വാല്യൂ എല്ലാം പോസിറ്റീവാണ്. 0യെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ അതൊരു പോസിറ്റീവ് ഡിഫൈൻഡ് ആണ്, അതായത് ഒരു ഡിഫൈൻഡ് വാല്യൂ അതിനുണ്ട്. ഇനി ചിലത് മാത്രം, അതായത് ഇപ്പം ലാംഡയുടെ വാല്യൂ 3 ഉണ്ട്, അതിൽ ചിലത് മാത്രമാണ് 0യെക്കാട്ടിലും വരുന്നത്, അതായത് പോസിറ്റീവ് എങ്കിൽ അതൊരു പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആയിരിക്കും. ഇനി ലാംഡയുടെ വാല്യൂ എല്ലാം നെഗറ്റീവ് ആണെങ്കിലോ അതൊരു നെഗറ്റീവ് ഡെഫിനിറ്റും, ചില വാല്യൂസ് മാത്രമാണ് നെഗറ്റീവ് എങ്കിൽ അതൊരു നെഗറ്റീവ് സെമി ഡെഫിനിറ്റും ആയിരിക്കും. അതേപോലെ ഇനി ചിലപ്പം ലാംഡയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്, ലെസ് ദാൻ 0 ആണെങ്കിൽ അത് എന്തായിരിക്കും, ഇൻഡെഫിനിറ്റ് ആയിരിക്കും. അപ്പോൾ നേച്ചർ ഓഫ് ദ ക്വാഡ്രാറ്റിക് ഫോം നമ്മൾ മനസ്സിലാക്കി തന്നെ വെച്ചേക്കാം. ലാംഡയുടെ വാല്യൂ എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഡെഫിനിറ്റ് ആണ്, ലാംഡയുടെ വാല്യൂ എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ്. ലാംഡയുടെ വാല്യൂ ചിലത് പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് സെമി ഡെഫിനിറ്റും, ലാംഡയുടെ വാല്യൂ ചിലത് നെഗറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് സെമി ഡെഫിനിറ്റും. ഇനി രണ്ടും കൂടെ മിക്സ് ആയിട്ട്, അതായത് പോസിറ്റീവും വരുന്നുണ്ട് നെഗറ്റീവും വരുന്നുണ്ടെങ്കിൽ അത് ഇൻഡെഫിനിറ്റുമാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു ക്വാഡ്രാറ്റിക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതിനുശേഷം ഞാൻ ഈ കാണിച്ച ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ അപ്പം വാട്ട് കൈൻഡ് ഓഫ് കോണിക് സെക്ഷൻ ഇസ് ഗിവൺ ബൈ ദ ക്വാഡ്രാറ്റിക് ഫോം. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു പ്രിൻസിപ്പൽ ആക്സിസ് തിയറം ഇൻ ടേംസ് ഓഫ് ന്യൂ കോർഡിനേറ്റ് വെക്റ്റർ എന്നും പറഞ്ഞാണ് ചോദിച്ചേക്കുന്നത്. ഇതേ കണക്ക് തന്നെ ചോദിക്കും, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മളൊരു മെട്രിക്സ് രൂപത്തിലേക്ക് എഴുതുക. അപ്പം ഞാൻ ഇവിടെ ഒരു മെട്രിക്സ് എ എടുക്കുന്നു. ഇനി ഇവിടെ ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മൾ എങ്ങനെ മെട്രിക്സിലേക്ക് എഴുതാമെന്ന് വെച്ചാൽ, നമുക്കിതാ ഇവിടെ x1² ഉണ്ട്, x2² ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, x1² കോയിഫിഷ്യൻ്റ് ഏതാണോ അതാണ് നമ്മളുടെ a11. x2² കോയിഫിഷ്യൻ്റ് ഏതാണോ അതാണ് നമ്മളുടെ a22. ഓക്കെ, അപ്പോൾ 7ഉം 7ഉം അങ്ങനെ എഴുതി. ഇനി നമുക്ക് നടുക്ക് 6x1 x2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം x1 x2ൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്നതിൻ്റെ ഹാഫ് എടുത്തിട്ട് ബാക്കി രണ്ട് സ്ഥലത്ത് ഇട്ട് കൊടുക്കണം. അതായത് a12ലും a21ലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ x1 x2ൻ്റെ കോയിഫിഷ്യൻ്റ് ആരാ? 6 ആണ്. 6ൻ്റെ ഹാഫ് എത്ര? 3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു സ്ക്വയർ മെട്രിക്സ് കിട്ടി. ഇതാണ് നമ്മുടെ മെട്രിക്സ് എ. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്നും മെട്രിക്സിനെ ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. x1 അല്ലെങ്കിൽ x1² കോയിഫിഷ്യൻ്റ് ആദ്യം എഴുതും. x1 x2 വന്നതിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഹാഫ് എടുത്ത് ഡയഗണലായിട്ട് ഇങ്ങനെ ഇടും. പിന്നെ അവസാനം വരുന്നൊരു ആളെ നമ്മളെടുത്ത് ഇവിടെ ഇടും. അപ്പോൾ കോയിഫിഷ്യൻ്റെ ഹാഫ് എടുക്കുന്നത് x1 x2ക്ക് മാത്രമാണ്. ബാക്കി കറക്റ്റ് വാല്യൂസ് തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതെന്തായാലും ഒരു 2x2 മെട്രിക്സ് ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഏഗൻ വാല്യൂ എത്ര എണ്ണം കാണും? 2 എണ്ണേ കാണും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഏഗൻ വാല്യൂ കണ്ടുപിടിക്കാം. ഏഗൻ വാല്യൂ കണ്ടുപിടിച്ചു. ഇനിയാണ് നമ്മൾ ക്വാഡ്രാറ്റിക്കിലേക്ക് പോകുന്നത്. അതായത് ക്വാഡ്രാറ്റിക്കിലേക്ക് പോകുന്നതിൻ്റെ ഇക്വേഷനാണിത്. q = λ1y1² + λ2y2². ഇതിപ്പോൾ 3/3 ആണെങ്കിൽ λ3y3² കൂടെ വരും. ഓക്കെ, അപ്പം മോസ്റ്റ് ഓഫ് ദ കേസ് അങ്ങനെ വരാറില്ല. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ഓക്കെ, ഇനി ഈ ക്യൂവിൻ്റെ വാല്യൂ ആണ് നമ്മളുടെ ഇക്വേഷനകത്ത് = കഴിഞ്ഞ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വാല്യൂ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. λ1 നമുക്ക് 10 കിട്ടിയിടുക, y1² അതേപോലെ ഇടുക, പ്ലസ് λ2 4 കിട്ടിയിടുക, y2² അതേപോലെ ഇടുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിനെ ഒരു എലിപ്സ് ആക്കി മാറ്റുക. എലിപ്സിൻ്റെ ജനറൽ ഫോം എന്ന് വെച്ചാൽ 1/a a1² അല്ലെങ്കിൽ y1² പ്ലസ് 1/b y2² അല്ലെങ്കിൽ b2² അങ്ങനെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ത്രൂ ഔട്ട് ഒരു 200 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 200/200 ഇവിടെ 1 ആവും. ഇവിടെ ഒരു 10/200 1/20 ആയി. 4/200 1/50 ആയി. അപ്പോൾ നമുക്കിതാ ഈ ഫോമിലേക്ക് കിട്ടും. ഇതിപ്പോൾ ഒരു എലിപ്സ് ആയിട്ട് മാറി. = 1 വരണം. അതാണ് സംഭവം. മാറി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്കിതാ ഇവിടെ നിന്നൊരു ലാംഡയുടെ ഏഗൻ വാല്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിനി ഏതെങ്കിലും 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ 2 വാല്യൂസ് നമ്മളിട്ട് ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. സാധാരണ രീതിയിൽ λ4 ഇട്ട് ഏഗൻ വെക്ടർ കണ്ടുപിടിക്കുക, λ10 ഇട്ടും ഏഗൻ വെക്ടർ കണ്ടുപിടിക്കുക. ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ നോം എടുക്കുകയും ആ നോമിനെ ഏഗൻ വെക്ടറിൻ്റെ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏഗൻ വെക്ടർ എന്ന് വെച്ചാൽ -1 1 ആണ്. അപ്പോൾ -1 1 അതായത് -1² + 1² റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നോം √2 ആണ്. അപ്പം നമുക്ക് എങ്ങനെ വരും? ഇത് -1/√2 1/√2. അത് നമ്മളുടെ ഒരു കോളം മെട്രിക്സ്. അതേപോലെ 10നും ചെയ്യുമ്പം നമുക്ക് വേറൊരു കോളം മെട്രിക്സ് കിട്ടും. ഇത് രണ്ടിനെയും കൂടെ നമ്മളൊരു മെട്രിക്സ് ആയിട്ട് എഴുതുന്നതാണ് പി. ഇനിയാണ് നമ്മളുടെ മെയിൻ ഇത്. നമുക്ക് ഇക്വേഷൻ x = py എന്നാണ്. ഇവിടെ നമുക്കിപ്പോൾ p കിട്ടി. y എന്ന് വെച്ചാൽ എന്താ? y1 y2ൻ്റെ കോളം മെട്രിക്സാണ്. ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. നമുക്ക് 2 ഇക്വേഷൻ കിട്ടും. അതായത് നോക്കിക്കോ, -1/√2 × y1 പ്ലസ് 1/√2 × y2. അതായിരിക്കും നമ്മളുടെ x1. ഇനി 1/√2 × y1 പ്ലസ് 1/√2 × y2. അതാണ് നമ്മളുടെ x2. അപ്പം നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ ആദ്യമായിട്ട് പറയാം. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാണും. നമ്മൾ അതിനെ മെട്രിക്സിൻ്റെ രൂപത്തിലേക്ക് എഴുതിയതിന് ശേഷം അത് 2/2 ആണോ 3/3 ആണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഏഗൻ വാല്യൂ കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക, നോം കണ്ടുപിടിക്കുക, കോളം മെട്രിക്സ് ഉണ്ടാക്കുക. ആ കോളം മെട്രിക്സ് നമ്മൾ ഒന്നിച്ച് എഴുതുന്നതാണ് പി. അപ്പോൾ x = py എന്നാണ്.
പിയും ഉണ്ട്, വൈ എന്ന് വെച്ചാൽ y1 y2ൻ്റെ ഒരു കോളം മെട്രിക്സ്. ഈ പിയും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതാണ് നമ്മുടെ x1 x2. അപ്പോൾ x1 x2 കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് എന്ത്, നമ്മളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇനി ഇവിടെ ഏത് കോണിക് സെക്ഷനാണ് ചോദിച്ചേക്കെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചു ഇതെന്താണ്, എലിപ്സ് ആണ്. ഒട്ടുമിക്ക എല്ലാ കേസിലും ഇത് എലിപ്സ് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം നമ്മൾ മാക്സിമം ഈ LHSനെ അങ്ങ് ആ വാല്യൂ വെച്ച് തന്നെ ഡിവൈഡ് ചെയ്ത് 1 ആക്കാൻ നോക്കാം. ഓക്കെ, ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പ്രോബ്ലം. ഇനി മുകളിൽ ഞാൻ വിട്ടു പോയിട്ടുള്ള പ്രോബ്ലത്തിന് ഞാൻ പറയാം. ഇതും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്, പോരാഞ്ഞിട്ട് എയും ബിയും കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ ചോദിച്ചേക്കുന്നത് ഹാസ് നോ സൊല്യൂഷൻ, യുണീക്ക് സൊല്യൂഷൻ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇക്വേഷൻസ് വെച്ച് നമ്മളൊരു മെട്രിക്സ് ഫോം ചെയ്യാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇവിടെ ഇപ്പം എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ 1, വൈയുടെ കോയിഫിഷ്യൻറ്റ് 1 ആണ്, 1, ഇസഡിൻ്റെ കോയിഫിഷ്യൻറ്റ് 2 ആണ്, ഇസ് ഈക്വൽ ടു 2. ദാ എടുത്തെഴുതി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കിട്ടിയ റോ. അത് കണക്ക് സെക്കൻഡ് ഇക്വേഷനിൽ നിന്നുള്ള റോ, തേർഡ് ഇക്വേഷനിൽ നിന്നുള്ള റോ. ഇനി നമ്മളിവിടെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താ, ഗോസ് എലിമിനേഷൻ പോലെ ഈ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ താഴെയുള്ളതെല്ലാം 0 ആക്കുക, സെക്കൻഡ് എലമെൻറ്റിൻ്റെ താഴെയുള്ളതെല്ലാം 0 ആക്കുക. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇവിടെ 2ൻ്റെ അവിടെയും 0 ആക്കണം, 5ൻ്റെ അവിടെയും 0 ആക്കണം, -1ൻ്റെ അവിടെയും 0 ആക്കണം. അതാണ് നമ്മൾ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വഴി ചെയ്യുന്നത്. അങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് 3 കണ്ടീഷൻസ് കൂടെ ഉണ്ട്. ആദ്യത്തെ ചോദ്യം നോ സൊല്യൂഷനാണ്. നോ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത് ഒരു മെട്രിക്സ് R ഓഫ് എ തീർച്ചയായിട്ടും R ഓഫ് എ ബിക്ക് ഈക്വൽ അല്ല. അതായത് അതിൻ്റെ മീനിങ് ആണ് ഞാൻ പറയുന്നത്. ഇവിടെ കിട്ടിയ A-8 പറയുന്നത് 0ക്ക് ഈക്വൽ ആണെങ്കിൽ എയുടെ വാല്യൂ 8 ആയിരിക്കുമല്ലോ. ഇത് 0ക്ക് ഈക്വൽ ആണെങ്കിൽ ഇത് 0ക്ക് ഈക്വൽ അല്ല. അതാണ് നമ്മളുടെ നോ സൊല്യൂഷൻ. ഇത് നിങ്ങൾ ഇതേ കണക്ക് തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഇതേപോലെ തന്നെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്, ഏത് വാല്യൂസ് മാറ്റിയും തിരിച്ചും വന്നാലും. യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ ഇത് 0ക്ക് ഈക്വൽ അല്ല, ഇത് 0ക്ക് ഈക്വൽ ആണ്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണെങ്കിൽ രണ്ടും 0ക്ക് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ രണ്ടും 0ക്ക് ഈക്വൽ ആകുമ്പോൾ നമുക്ക് രണ്ടിൻ്റെയും വാല്യൂ കിട്ടും. എയുടെ വാല്യൂ 8ഉം ബിയുടെ വാല്യൂ 22. അപ്പം ക്വസ്റ്റ്യൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും, നമുക്ക് 2 വേരിയബിൾസ് കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ വെച്ച് നമ്മൾ മെട്രിക്സ് ഫോം ചെയ്യുക. മെട്രിക്സ് ഫോം ചെയ്തതിന് ശേഷം നോ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഏത് മെട്രിക്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന ആദ്യത്തെ വാല്യൂ 0ക്ക് ഈക്വൽ ആയിരിക്കും, രണ്ടാമത്തെ വാല്യൂ 0ക്ക് ഈക്വൽ അല്ല. ഇനി യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ ആദ്യത്തെ വാല്യൂ 0ക്ക് ഈക്വൽ അല്ല, രണ്ടാമത്തെ വാല്യൂ 0ക്ക് ഈക്വൽ ആണ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണെങ്കിൽ രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ 8 ആയിരിക്കും, ബിയുടെ വാല്യൂ 22 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഈ മോഡൽ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കാം. കൂടുതലായിട്ട് അങ്ങ് ഡെപ്തിലായിട്ടൊന്നും പോകണ്ട, ഈ രീതിയിൽ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.